രവേട്ട, എനിക്ക് ഇതെങ്ങനെ പറയണ്ടെന്നറിയില്ല. നീ ഇത് കുറച്ച് ദിവസമായല്ലോ. നിനക്ക് ഉറക്കൊന്നും ശരിയാവണില്ലേ? മുഖം എന്താ വല്ലണ്ടിരിക്കണേ? എനിക്കൊരാളിഷ്ടായി. എന്നുവെച്ചാ അടുപ്പത്തിലായി. ആര്? ഹരിദാസ്. ഏത് ഹരിദാസ്? അന്ന് മോൻ്റെ ബർത്ത്ഡേക്ക് പാടാൻ വന്നില്ലേ? താടി പാടുകാർ. എനിക്കിനി നിങ്ങളോടൊപ്പം പറ്റില്ല. മോനോടൊന്ന് ഹായ്. ഹായ് ഡോക്ടർ. Come on. ഹായ് മാം. ഓനല്ലേ ഇത്? ആ ഓന്തനെ ഓന്തനെ. ഇവനെങ്ങനെ ഇതിനുള്ളിലെത്തി? എണീക്കടോ. എടാ എണീക്ക്. ഏട്ടനെന്താ ഇവിടെ? മുരളി ഉണ്ടല്ലോ. ഇത് എവിടെയ സ്ഥലം? ഒറ്റ അടി അങ്ങോട്ട് തന്നാലോ. ഒരു നിരാശാകാമുക. നടക്കട. ആഹാ, എന്റെ ചെരുപ്പില്ല. ആ ചെരുപ്പൊക്കെ എടുക്കാം. എടാ അവന്റെ ചെരുപ്പൊന്നും എടുത്ത് കൊടുക്ക്. മുരളിയേ, എന്റെ ചെരുപ്പ് ഇങ്ങനെ എടുത്തോളാ. ചെരുപ്പ് ചെരുപ്പ് എടുത്തോളൂ. എടുത്തോളൂ. ചെരുപ്പില്ലാണ്ട് എങ്ങനെയാ വീട്ടിൽ പോവാ? അങ്ങോട്ടല്ല ഇങ്ങോട്ട് കേറ്. ഇങ്ങോട്ടാ? ഇതിലിപ്പോ എങ്ങനെ അവിടെ ബാക്കിൽ ഇരിക്കേ. മുണ്ടൊക്കെ നല്ലോണം ഉടുക്കി ചെങ്ങായി. ഇങ്ങോട്ട് കേറിയോട്. ഞാൻ നടന്നു വന്നോളാം. ഈ ഓണം കൊണ്ടുപോയിക്കോ. പിന്നെ അമ്മ കാണണ്ട. ഈ കെണ്ടുകാരെ കൊണ്ടുപോയി ഒന്ന് കുളിപ്പിച്ച് കിടത്തിക്കാള്. ഞാൻ വൈകുന്നേരം കുളിച്ചതല്ലേ. നോക്കിയോ നോക്കിയോ. പിടിച്ചോ. എടാ സൂക്ഷിച്ചു വരണേ. ഓനെ പിടിച്ചിരുന്നടാ. നായുണ്ടാവും, ഭ്രാന്തൻ നായ. അയ്യോ, ഓരോരോ പെണ്ണുങ്ങളെ കൊണ്ടുണ്ടാവണ വണ്ടിയും പാലി. ഏതോ ഒരു പഞ്ചാബി പെണ്ണ് ചതിച്ചു പോയിന്ന് വിചാരിച്ച് ഇയാണ്ട് സ്വന്തമായിട്ട് കുടിച്ച് മരിക്കേ? നാണുണ്ടോടാ എനിക്ക്? അല്ലെങ്കിൽ തന്നെ ഓളെ ഞാൻ ഈ വീട്ടിൽ കയറ്റുന്ന എനിക്ക് തോന്നുന്നുണ്ട. ഓൻ്റെ ഒരു ഗുർമീന്ദർ സിംഗ്. എന്നെ ബാംഗ്ലൂർ വിടാൻ കുറ്റിക്കാട്ട് പറമ്പ് വിറ്റോനാ ഞാൻ. ഈ പഠിച്ച് വലിയ സൈക്കോളജിസ്റ്റ് ആയിട്ട് അത് തിരിച്ചെടുത്ത് തരുന്നുള്ള എൻ്റെ ഒറ്റ ഉറപ്പില്. എനിക്കൊരു മോള് വളർന്നു വരുന്നുണ്ട്. ഓക്ക് പ്രായമായി. എൻ്റെ ഈ കോപ്പറേറ്റീച്ചറൊന്നും ഈ വീട്ടിൽ നടക്കൂല കേട്ടോ. ഓനൊരു കല്യാണം കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളടാ. ഒരു പെണ്ണ് പോയാൽ വേറെ പെണ്ണ്, അത്രേ ഉള്ളൂ. ഞാനിപ്പോ എന്താ വേണ്ടത്? നീ ഒരു കല്യാണം കഴിക്കണം. കണ്ട പഞ്ചാബിനെയും ഗുജറാത്തിനെയും ഒന്നല്ല, മലയാളം പറയുന്ന ഏതെങ്കിലും ഒരു പെണ്ണായാൽ മതി. ജാതിയും മതവും പണവും ഒന്നും പ്രശ്നമല്ല. ഈ ആരെ വേണേലും കെട്ടിക്കോ. ഞാൻ ആരെങ്കിലും കിട്ടിയാ മതിയാ? മതിന്റെ പൊന്നോ, ഈ ആരെങ്കിലും കെട്ടിയാ മതി ചങ്ങായി. ആരെങ്കിലും കിട്ടിയാ മതിയെങ്കില് ആ പോന്ന പെണ്ണ് കെട്ടിയതല്ലെങ്കിൽ ഞാൻ അവളെ കെട്ടിക്കോളാം.
ഈ ഒന്ന് ചിരക്കാണ്ട് പോയിക്കാൻ കഴിയായിരുന്നു. അല്ലാന്ന് ഞാൻ കെട്ടിക്കോളാ. അത് നമ്മളെ ചീറോത്തെ പത്മജിയല്ലേ? ശരിയാണല്ലോ, ഓളെ കല്യാണം കഴിഞ്ഞില്ലല്ലോ. ഓക്ക് ചൊവ്വാദോഷാടാ, പോരാത്തിന് ശുദ്ധജാതകോ. അങ്ങനൊക്കെ ആ പെണ്ണ് നിന്ന് പോയതാ. എന്തോരും കൂട്ടര് വന്നു പോയിന്നറി. ചൊവ്വാദോഷ ആടാ, ശുദ്ധജാതക. ആന്ന്. എന്നാ എനിക്കുള്ളു മതി. എന്താ ചെക്കന്റെ പാട്? ചീറോത്ത പത്മജ. ഇത് കലക്കും. ഇവിടെ നിനക്കായിരുന്നൊരു അഫെയർ ഉണ്ടായിരുന്നെങ്കിൽ അത് വളരെ നോർമൽ കാര്യമായിരുന്നു. സീമിംഗ്ലി മിസ്മാച്ച്ഡ് ആയിട്ടുള്ളൊരു കപ്പിളായിരുന്നല്ലോ നിങ്ങൾ. മിസ്മാച്ച്ഡോ? ഇങ്ങനെയൊന്നുമല്ലോ നീ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങളെപ്പോലെ ഇത്രയും നല്ല പേരിനെ കണ്ടിട്ടില്ല എന്നൊക്കെയല്ലേ. അളിയ, അന്ന് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നല്ലോ. ഇതിപ്പം നിങ്ങൾ തമ്മിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. എടാ, ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല. ഓർ അറ്റ്ലീസ്റ്റ് ഞാൻ അറിയുന്നൊരു പ്രശ്നമില്ല. സെക്സാ? വെരി ഗുഡ്. ഐ വാസ് ഓക്കെ. പിന്നെ ഇവളിതെന്തിന്? ആരാണ് ഈ കക്ഷി? ഒരു സിംഗറാണ്. അത്ര ഫേമസ് ഒന്നുമല്ല. മസ്റ്റ് ബി അറൗണ്ട് 40. ഞങ്ങളുടെ ഒരു ഫാമിലി ഫംഗ്ഷന് പാടാൻ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും വെങ്കിൽപ്പെട്ട എടാ, നിന്റെ ഭാര്യയ്ക്ക് നീ ഓവർ കോൺഫിഡൻസ് കൊടുത്തിട്ടാണ്. കിറ്റി പാർട്ടി, ഡേ സ്പെൻഡിങ്, 30s ക്ലബ്, എന്തൊക്കെയായിരുന്നു. കിട്ടിയ ചാൻസിന് ചേച്ചി ജാപ്പി. ടോണി, യു കാൺ ബാഡ് മൗത്ത് മൈ വൈഫ്. അവളെ കുറിച്ച് മോശമായിട്ട് പറയാൻ പറ്റില്ല. പുല്ലത് വിട്. ഇതിപ്പോ നീ എന്ത് ചെയ്യും എന്നാണ്? എനിക്കറിയില്ല. എനിക്കാണെങ്കിൽ അവളെ ഫേസ് ചെയ്യാനും പറ്റുന്നില്ല. ഹലോ, നിനക്ക് ഫേസ് ചെയ്യാൻ പറ്റണില്ലെന്നാ? ഇതിപ്പോ നിനക്കാണോ അഫെയർ അതോ അവക്കാണോ അഫെയർ? പതുക്കെ. ശരി, ഇതിപ്പോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിന്റെ ഒരു ക്ലയന്റിനാണെങ്കിൽ നീ എന്തോന്ന് ചെയ്യും? ഇത് ക്ലയന്റ് അല്ലല്ലോ. നീ എന്ത് പറയുന്നു ഞാൻ പറഞ്ഞുതരാം. പ്രണയം അതെപ്പോ വേണമെങ്കിലും ആരോട് വേണമെങ്കിലും തോന്നാം. എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് ക്യാൻ ഹാപ്പൻ ഫോർ നോ റീസൺ. ലവ് ആൻഡ് ലസ്റ്റ് ആർ ജസ്റ്റ് ഹ്യൂമൻ ഇൻസ്റ്റിങ്സ് എന്നൊക്കെയല്ലേ? അത് സത്യമല്ലേ? സത്യം പറഞ്ഞിട്ട് ഇപ്പൊ ചോദിക്കുന്ന കിട്ടിയല്ലോ. ആളിയ, ഇതെന്തോ നീ മിററിൽ ഒട്ടിച്ചു വെച്ചേക്കുന്നത്? അത് അവളുടെ പൊട്ട്. എന്തൊരു സിംബോളിക്കളിയാ. ഇമ്പോർട്ടഡ് ബെൽജിയം മിററിന്റെ മുകളിൽ തിക്കോടി ചന്തയിലെ പൊട്ട്.